ഇപ്പോൾ ഒരു ഈ അടുത്ത് ഈ കഴിഞ്ഞ ആഴ്ച ഒരു കുഴിമന്തിക്കടയുടെ പരസ്യം വിഷുവിന് ശ്രീകൃഷ്ണൻ ചിക്കൻ കുഴിമന്തി നോക്കിയിരിക്കുന്നതായിട്ടൊരു ഫോട്ടോ. അത് മനഃപൂർവ്വം ഉദ്ദേശമല്ല ഇട്ടെന്നൊക്കെ പുള്ളി പറയുന്നുണ്ട്. പക്ഷേ അത് ആ ഫോട്ടോ കണ്ട പുള്ളിക്ക് മനസ്സിലാക്കണമായിരുന്നു വേറൊരു ശ്രീകൃഷ്ണൻ ചിക്കൻ്റെ മുമ്പിൽ ഇരിക്കുന്നതായിട്ട്. അപ്പം അതിന് ബദലായിട്ട് പന്നിയെ വെച്ചിട്ട് ഒരു ഫോട്ടോ വരുന്നുണ്ട്. പന്നി പൊരിച്ചത് തിന്നുന്നതായിട്ടാണ് മറുഭാഗം പ്രതികരിക്കണം. അങ്ങനെയാണ് പന്നിയുടെ ഫോട്ടോ ഇട്ടാണത്. എന്താണ് ഈ പന്നി കഴിക്കുന്നതിനുള്ള ആചാരം അല്ലെങ്കിൽ ആചാരവിരുദ്ധമായിട്ടുള്ള കാര്യങ്ങൾ എന്താണ്? അല്ല, ഇപ്പോൾ വന്ന ഒരു പ്രചരണം എന്ന് പറയുന്നത്, അതായത് ഇസ്ലാം മത വിശ്വാസികളെ സംബന്ധിച്ച് പന്നി കഴിക്കാൻ പാടില്ല എന്നുള്ള ഒരു കാര്യമുണ്ടല്ലോ. അപ്പോൾ കഴിക്കാൻ പാടില്ലാത്ത കാര്യം നിങ്ങൾ കഴിക്കുക, നിങ്ങളെ കൊണ്ട് കഴിപ്പിക്കും, അല്ലെങ്കിൽ മറ്റുള്ളവരെല്ലാവരും കഴിക്കണം. അതായത് നിങ്ങൾ കഴിക്കാൻ പാടില്ലെന്ന് പറയുന്നതിന് ഞങ്ങൾ കൂടുതൽ പ്രചരണം കൊടുക്കുന്ന രീതിയിലാണ് ഈ പന്നിയോട് ബന്ധപ്പെട്ട് വരുന്ന ഒരു ആശയം. ഇപ്പോൾ പലപ്പോഴും ഈ DYFI അവരൊക്കെ മറ്റേ ബീഫ് ഫെസ്റ്റ് നടത്തുമല്ലോ, അപ്പോൾ ചോദിക്കുന്ന ഒരു കാര്യമാണ് നിങ്ങൾ എന്തുകൊണ്ട് പോർക്ക് ഫെസ്റ്റ് നടത്തില്ല എന്നുള്ളത്. അല്ല, അതിൽ വേറെ രാഷ്ട്രീയമുണ്ടല്ലോ, ജാതി രാഷ്ട്രീയം പോലെ തന്നെ. കാരണം ഈ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയോട് ബന്ധപ്പെട്ട് വരുന്ന ഒരു വിഭാഗത്തിൻ്റെ കാഴ്ചപ്പാടിൽ മുസ്ലിങ്ങൾ തങ്ങളുടെ ഒപ്പമാണെന്നും മുസ്ലിങ്ങൾക്കെതിരെ ഉണ്ടാകുന്ന ഒരു കാഴ്ചപ്പാട് മാത്രമാണ് പന്നിയോട് ബന്ധപ്പെട്ട് വരുന്ന ഒരു ഫെസ്റ്റ് എന്ന് പറയുന്നത്. അപ്പോൾ അത് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് അവരെ വെല്ലുവിളിക്കുന്നത്, അവരെ മാനിക്കാവുന്നില്ല എന്നൊരു തോന്നലിലേക്ക് എത്തുന്നത്. അതുകൊണ്ടാണ് അവരത് ചെയ്യാത്തത്. കാരണം ഇവിടെ ഉണ്ടാകുന്ന പ്രശ്നം, ഇപ്പോൾ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ആകട്ടെ അല്ലെങ്കിൽ ഇസ്ലാം മത വിശ്വാസികളോട് ബന്ധപ്പെട്ട് വരുന്നവരുടെ അവരുടെ മുന്നിൽ നിൽക്കുന്ന ഒരു ശത്രു വിഭാഗമായിട്ട് കണക്കുന്ന തീവ്ര ഹൈന്ദവ പുലർത്തുന്ന വിഭാഗങ്ങളാണ്. അപ്പോൾ ഇത്തരം കാഴ്ചപ്പാടില്ലെങ്കിൽ നമുക്ക് രാഷ്ട്രീയമായിട്ട് എല്ലാവർക്കും യോജിച്ച് മുന്നോട്ട് പോകാൻ പറ്റുന്ന ഒരു അന്തരീക്ഷം ഇന്ത്യയിൽ ഉണ്ടാകേണ്ടതുണ്ട്, അല്ലെങ്കിൽ ഉണ്ടാകുമായിരിക്കാമെന്ന് നമുക്ക് വിശ്വസിക്കാം. പക്ഷേ അങ്ങനെയല്ല പോകുന്നത്. അപ്പോൾ രാഷ്ട്രീയമായ ഒരു രീതിയിലേക്ക് പന്നിയോട് ബന്ധപ്പെട്ട് വരുന്ന പോസ്റ്ററുകൾ വരുന്നു, അതിനോട് ബന്ധപ്പെട്ട് വരുന്ന ബിംബവൽക്കരിക്കപ്പെടുന്ന രീതിയിലേക്കിട്ടുള്ള കാര്യങ്ങൾ പോകുന്നു. അപ്പോൾ പന്നി എന്ന് പറയുന്നത് ഇസ്ലാം മത വിശ്വാസികളെ സംബന്ധിച്ച് കഴിക്കാൻ പാടില്ലെന്ന് നമുക്കറിയാം. അപ്പോൾ കഴിക്കാൻ പാടില്ലാത്തൊരു കാര്യം നമ്മൾക്ക് കൂടുതൽ പ്രചരണം കൊടുക്കുമ്പോൾ ആ മതവിഭാഗത്തോട് ബന്ധപ്പെട്ടവരെ നമ്മൾ കൂടുതലായിട്ട് ഒറ്റപ്പെടുത്തുന്നതിന് തുല്യമായിട്ടാണ് അത് മാറുന്നത്. ഇത് പണ്ടേവളാണോ പന്നി കഴിക്കലെന്നുള്ള പന്നി കഴിക്കുക എന്ന് പറയുന്നത് മതപരമായ ഒരു കാഴ്ചപ്പാടാണ്. അതായത് അബ്രാഹമിക കാഴ്ചപ്പാടുണ്ട്. അബ്രാഹമിക കാഴ്ചപ്പാടെന്ന് പറയുമ്പോൾ നമുക്കറിയാം, അബ്രാഹാമിനോട് ബന്ധപ്പെട്ട് വരുന്ന അതിൻ്റെ താഴ്വഴിയിലുള്ള അല്ലെങ്കിൽ ആ മതത്തോട് ബന്ധപ്പെട്ട് വരുന്നതാണ് ജൂതമതവും ക്രിസ്തു മതവും ഇസ്ലാം മതവും. ആ എബ്രഹാം മതത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഗ്രന്ഥം എന്ന് പറയുന്ന ബൈബിളാണ്, പഴയ നിയമം, മോസസിന് ലഭിച്ചിട്ടുള്ള പഴയ നിയമം. ആ പഴയ നിയമത്തോട് ബന്ധപ്പെട്ട് വരുന്ന കാര്യങ്ങൾ അല്ലെങ്കിൽ അബ്രാഹാമിനോട് ബന്ധപ്പെട്ട് വരുന്ന കാര്യങ്ങളെല്ലാം തന്നെ ഈ പറയുന്ന പന്നി എന്ന് പറയുന്നത് നിഷിദ്ധമാണ്. പന്നിയെ കഴിക്കാൻ പാടില്ല എന്ന് തന്നെ പറയുന്നുണ്ട്. പന്നി എന്ന് പറയുന്നത് ഈ ജൂതമതത്തോട് ബന്ധപ്പെട്ട് വരുന്ന അല്ലെങ്കിൽ ബൈബിളിനോട് ബന്ധപ്പെട്ട് വരുന്ന ഒരു കാഴ്ചപ്പാട്, അതൊരു വൃത്തിയില്ലാത്ത ജന്തു എന്നുള്ളത് മാത്രമല്ല, അതിൽ സാത്താൻ്റെ ഒരു പ്രവാഹം അല്ലെങ്കിൽ സാത്താൻ സഞ്ചരിക്കുന്നത് കൂടി ഈ പറഞ്ഞ പന്നിയിലൂടെ അതിൽ വിശ്വാസം അവർ നിലനിർത്തുന്നുണ്ട്. അപ്പോൾ അബ്രാഹ്മിക വിശ്വാസം പുലർത്തുന്ന ഒരു മതവിഭാഗം, അതായത് ക്രിസ്തു മതമാകട്ടെ ഇസ്ലാം മത വിഭാഗമാകട്ടെ ജൂതമതമാകട്ടെ, അതിൽ വിശ്വസിക്കുന്നുണ്ടെങ്കിൽ ഈ പറഞ്ഞ പന്നി കഴിക്കാൻ പാടില്ല. നമുക്കറിയാം, ഇസ്ലാം മതം പറഞ്ഞു വെക്കുന്ന ഒരു കാര്യമുണ്ട്. ഇസ്ലാം മതം പറയുന്നത് എബ്രാഹ്മിക പാരമ്പര്യം പേറുന്നൊരു മതമാണ് ഞങ്ങളുടെ എന്ന് പറയുമ്പോൾ ആ എബ്രാഹ്മിക പാരമ്പര്യത്തിൽ പറയുന്നുണ്ട് പന്നി കഴിക്കാൻ പാടില്ലെന്ന്. ആ പന്നി കഴിക്കാൻ പാടില്ലാത്തത് കൊണ്ടാണ് ഞങ്ങളും ഇത് കഴിക്കാത്തത് എന്ന് ഈ ഇസ്ലാം മത വിശ്വാസികൾ പറഞ്ഞു വെക്കുമ്പോൾ ജൂതന്മാരും മുസ്ലിങ്ങളും പന്നിയെ കഴിക്കുന്നില്ല. പക്ഷേ അതേ വിശ്വാസം പുലർത്തുന്ന ക്രിസ്തുമത വിശ്വാസികൾ പന്നി കഴിക്കുന്നുണ്ട്. അവിടെയാണ് ഇതിൻ്റെ വ്യത്യാസം എന്ന് പറയുന്നത്. ജൂതന്മാർ കഴിക്കില്ല. ജൂതന്മാരുടെ കാഴ്ചപ്പാട്, അവരുടെ മോസസിനോടുള്ള അതിൻ്റെ കൽപ്പനകളുണ്ട്, അല്ലെങ്കിൽ ബൈബിളിനോട് ബന്ധപ്പെട്ട് വരുന്ന അതിൻ്റെ നിയമത്തിൽ കൃത്യമായിട്ട് പറയുന്നുണ്ട്. ലേവ്യറിനോട് ബന്ധപ്പെട്ട് വരുന്ന അതിൽ പറയുന്നുണ്ട്, 11 ബന്ധപ്പെട്ട് 1 മുതൽ 17 വരെയുള്ള ആ ഭാഗത്ത് എന്ത് കഴിക്കാം, എന്ത് കഴിക്കാൻ പാടില്ല, എന്താണ് ശുദ്ധമായിട്ടുള്ളത്, എന്താണ് അശുദ്ധമായിട്ടുള്ളതിനെ പറ്റി കൃത്യമായിട്ട് ബൈബിൾ പറയുന്നുണ്ട്. അതിൻ്റെ കാഴ്ചപ്പാടനുസരിച്ചിട്ടാണെങ്കിൽ ജൂതന്മാർക്കും കഴിക്കാൻ പാടില്ല, ക്രിസ്ത്യാനികൾക്കും കഴിക്കാൻ പാടില്ല. ആ ബൈബിളിനെ അംഗീകരിക്കുന്ന മുസ്ലിങ്ങൾക്കും കഴിക്കാൻ പാടില്ല അങ്ങനെയാണെങ്കിൽ. അപ്പോൾ ഇസ്ലാം മത വിശ്വാസികൾ പറയുന്ന അബ്രാഹ്മിക പാരമ്പര്യം പേറുന്നവർ ആ ഒരു വിശ്വാസം നിലനിൽക്കുമ്പോൾ ഞങ്ങളത് കഴിക്കുന്നില്ല എന്നൊരു വാദഗതി മുന്നോട്ട് വെക്കുമ്പോൾ ഒട്ടകത്തിൻ്റെ ഒരു കാര്യം പറയുന്നുണ്ട്. നമ്മൾ മനസ്സിലാക്കേണ്ട ഒട്ടകം എന്ന് പറയുന്നൊരു കാര്യമുണ്ട്. ഒട്ടകം എന്ന് പറയുന്നതും ജൂതമതത്തോട് ബന്ധപ്പെട്ട് വരുന്ന ആ ഒരു വിശ്വാസത്തിൽ ഒട്ടകം കഴിക്കാൻ പാടില്ല. ഒട്ടകം കഴിക്കാൻ പാടില്ലെന്ന് പറയുമ്പോൾ ആ ദൈവം പറഞ്ഞിട്ടുള്ള, അതായത് നമുക്കറിയാമല്ലേ, അബ്രാഹാമിനോടാകട്ടെ മോസസിനോടാകട്ടെ അവർക്ക് നൽകിയിരിക്കുന്ന കൽപ്പനകൾ ദൈവം നൽകിയതാണെന്നുള്ള വിശ്വാസം ഇസ്ലാം മത വിശ്വാസികളും അല്ലെങ്കിൽ ക്രിസ്തുമത വിശ്വാസികൾ പുലർത്തുന്നുണ്ട്. അപ്പോൾ ദൈവം എന്ന് പറയുന്ന കർത്താവ് എന്നൊരു പേര് കൊടുത്താലോ അള്ളാഹു എന്ന് പേര് കൊടുത്താലോ ഈ പറയുന്ന 3 വിഭാഗങ്ങൾ പറയുന്ന ഒരേ ഒരു ദൈവമുള്ളതാണുള്ള വിശ്വാസമാണ് മുന്നോട്ട് കൊണ്ടുപോകുന്നത്. അതാണ് ഏകദൈവ വിശ്വാസം എന്ന് പറയുന്നത്. അതായത് കർത്താവായിട്ടുള്ള ഈ ഒരു ദൈവം പറയുകയാണ് ഒട്ടകം കഴിക്കാൻ പാടില്ല എന്ന് പറയുമ്പോൾ ആ കർത്താവിനെ അള്ളാഹു എന്ന് വിളിക്കുന്ന മുസ്ലിങ്ങൾ ഒട്ടകം കഴിക്കാമെന്ന് പറയുമ്പോൾ ബഹുദൈവ വിശ്വാസം നിലനിൽക്കുന്ന സമൂഹമായിട്ട് ഈ അബ്രാഹിമ മതങ്ങൾ മാറുകയാണ്. അപ്പോൾ ഒട്ടകം കഴിക്കാൻ പാടില്ലെന്ന് പറയുന്നതിൻ്റെ ഭാഗമായിട്ട് തന്നെ പറയുന്ന മറ്റു പല കാര്യങ്ങളുണ്ട്. അതിനോട് ബന്ധപ്പെട്ട് തന്നെ നമുക്കറിയാം, ഇപ്പം 4 കാലുള്ള മൃഗം, അതിനോട് ബന്ധപ്പെട്ട് നഖമുള്ളത് അത് കഴിക്കാൻ പാടില്ലെന്ന് പറയുമ്പോൾ ആനയെ കഴിക്കാൻ പാടില്ല. അങ്ങനെയുള്ള കൃത്യമായിട്ട് വിവരണങ്ങൾ ഈ ബൈബിളിനോട് ബന്ധപ്പെട്ട് വരുന്നതിൽ കൊടുക്കുന്നുണ്ട്. അപ്പോൾ
കഴിക്കാൻ പാടില്ല എന്ന് പറയുന്നൊരു കാര്യത്തോട് ബന്ധപ്പെട്ട് വരുന്നൊരു കാര്യം, കഴിക്കുക എന്ന് പറയുമ്പോൾ മതപരമായിട്ടുണ്ടാകുന്ന അവരുടെ തകർച്ചയിലേക്ക് അല്ലെങ്കിൽ അവരെ കളിയാക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു കാര്യമായിട്ടാണ് ഇന്ന് ഈ പറയുന്ന രീതികൾ മാറുന്നത്. അപ്പോൾ പറഞ്ഞു വെക്കുന്നത് വേറൊന്നുമല്ല, നമുക്കറിയാം ഇപ്പം ഇത്ര മൃഗങ്ങൾ, ഈ മൃഗങ്ങൾ എന്നൊക്കെ പറയുമ്പോൾ നമുക്കറിയാം ഓരോ വിഭാഗങ്ങളും അവരോട് ബന്ധപ്പെട്ട് വരുന്ന ജീവിതക്രമം, ആ ജീവിതക്രമത്തോട് ബന്ധപ്പെട്ട് വരുന്ന ആഹാര കാര്യങ്ങൾ സ്വീകരിക്കാറുണ്ട്. ഞാൻ പറഞ്ഞു വെക്കുന്നൊരു കാര്യം സൂചിപ്പിക്കുകയാണ്. നമുക്കറിയാം ആദ്യ കാലഘട്ടങ്ങളിൽ അല്ലെങ്കിൽ നമ്മുടെ ചരിത്രാതീത കാലത്തിലോ അല്ലെങ്കിൽ പുരാതന ചരിത്രത്തിലോ നമ്മുടെ പ്രധാനപ്പെട്ട ഇന്ധന മേഖല, അതായത് നമുക്ക് ഭക്ഷണം പാചകം ചെയ്യുമ്പോൾ ഉപയോഗിക്കുന്ന കാര്യങ്ങളുണ്ട്. ആ കാര്യങ്ങളോട് ബന്ധപ്പെട്ട് ഒരു ചെറിയൊരു കാര്യം പറയുകയാണെങ്കിൽ ഇതിലേക്ക് നമുക്ക് കൂടുതൽ വസ്തുതപരമായിട്ട് പെട്ടെന്ന് എത്തി വരാം. കാരണം ഇന്ത്യയിൽ ആ കാലഘട്ടങ്ങളിൽ ഭക്ഷണ പാചകം ചെയ്യുന്നതിന് ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്നത് പശുവിൻ്റെ കാഷ്ടമായിരുന്നു, ചാണകമായിരുന്നു, ഉണങ്ങിയ ചാണകമായിരുന്നു ഉപയോഗിച്ചിട്ടിരുന്നത്. അത് നമ്മൾ യൂറോപ്പിലേക്ക് ചെല്ലുമ്പോൾ ഒലിവിൻ്റെ ഉണങ്ങിയ തോടായിരുന്നു. ഈജിപ്തിലേക്ക് ചെല്ലുമ്പോൾ ഈ കരിമ്പിനോട് ബന്ധപ്പെട്ട് വരുന്ന അതിൻ്റെ ചണ്ടിയായിരുന്നു. ഇനി അറേബ്യയിലേക്ക് ചെല്ലുമ്പോൾ ഒട്ടകത്തിൻ്റെ കാഷ്ടമായിരുന്നു. അപ്പോൾ പ്രാദേശികമായിട്ടുണ്ടാകുന്ന അല്ലെങ്കിൽ ആ ഭൂപ്രകൃതിയോട് ബന്ധപ്പെട്ട് വരുന്ന ഒരു ജീവിതക്രമത്തിനോട് ബന്ധപ്പെട്ട് ജീവിക്കുന്ന ജനങ്ങളെല്ലാം അവരുടേതായിട്ടുള്ളൊരു ജീവിതക്രമമാണ് മുന്നോട്ട് കൊണ്ടുപോകുന്നത്. അതിൻ്റെ ഭാഗമായിട്ടാണ് ആഹാര വ്യവസ്ഥിതിയും മുന്നോട്ട് കൊണ്ടുപോകുന്നത്. നമുക്കറിയാം ഒട്ടകം എന്ന് പറയുന്ന ഒരു കാര്യം അറബികളെ സംബന്ധിച്ച് ഏറ്റവും പ്രധാനപ്പെട്ടതാണ്. അതുപോലെ തന്നെ കന്നുകാലികളോട് ബന്ധപ്പെട്ട് വരുന്ന ആടുകളോ അല്ലെങ്കിൽ പശുക്കളോട് ബന്ധപ്പെട്ട കാളകളോ ജൂതന്മാരെയോ മറ്റു അതിനോട് ബന്ധപ്പെട്ട് വരുന്നവരെ സംബന്ധിച്ച് പ്രധാനപ്പെട്ടതാണ്. നമ്മൾ പറഞ്ഞു വെക്കുന്നത് ഒട്ടകം എന്ന് പറയുന്ന ഒരു കാര്യത്തെ അബ്രഹാം മതത്തോട് ബന്ധപ്പെട്ട് നിലനിൽക്കുന്ന മുഹമ്മദിനോട് ബന്ധപ്പെട്ട് വരുന്ന ആ സമുദായത്തിൽ വരുന്ന അല്ലെങ്കിൽ മുഹമ്മദിൻ്റെ പിതാവിൻ്റെ പിതാവ് ബലി കർപ്പിക്കാൻ വേണ്ടി ഒട്ടകത്തെയാണ് നൽകുന്നത്. അതായത് ദൈവമായിട്ടുള്ള കരാർ, ആ കരാറിൻ്റെ ഭാഗമായിട്ടുണ്ടാകുന്ന ഒട്ടകത്തെയാണ് ബലി അർപ്പിക്കാൻ വേണ്ടി പോകുന്നത്. അതേ സമയത്ത് തന്നെ അതേ ദൈവം, അതായത് ഒരേ ദൈവമുണ്ടെന്ന് പറയുന്ന അതേ കാഴ്ചപ്പാടനുസരിച്ചാണെങ്കിൽ എബ്രഹാം എന്ന് പറയുന്ന ആൾ ഇസ്ഹാക്കിന് വേണ്ടി ബലി കൊടുക്കുന്നത് മുട്ടനാടിനടിയാണ്. അപ്പോൾ ആ ജനവിഭാഗങ്ങളുടെ ഇടയിൽ എന്താണ് ഉള്ളത്, ആ ജനങ്ങൾ വളർത്തുന്നത് അവരുടെ ആഹാര കാര്യങ്ങൾക്ക് കൂടി ഗുണപ്പെടുന്ന രീതിയിലുള്ള കാര്യങ്ങളാണ് ചെയ്യുന്നത്. അപ്പോൾ അതുകൊണ്ടാണ് എന്ത് കഴിക്കാൻ പാടില്ല, എന്ത് കഴിക്കാമെന്നുള്ള രീതിയിലേക്ക് മാറുന്നത്. അപ്പോഴും പറഞ്ഞു വെക്കുന്നത് ഇസ്ലാം മതവിശ്വാസികളെ സംബന്ധിച്ച് മാത്രമല്ല, ഈ പറയുന്ന ജൂതമത വിശ്വാസികളെ സംബന്ധിച്ചും ക്രിസ്തുമത വിശ്വാസികളെ സംബന്ധിച്ചും പന്നി എന്ന് പറയുന്നത് നിഷിദ്ധമായ ഒരു കാര്യമാണ്. എന്നിട്ടും ക്രിസ്തുമതത്തോട് ബന്ധപ്പെട്ടവർ കഴിക്കുമെന്ന് പറയുന്ന ഒരു വാദഗതി മുന്നോട്ട് വെക്കുമ്പോൾ ഒട്ടകത്തെ കഴിക്കാൻ പാടില്ലെന്ന് പറയുന്നൊരു കാര്യമാണ് നമ്മൾ എടുത്ത് സൂചിപ്പിക്കേണ്ടത്. കാരണം പറഞ്ഞു വെക്കുന്ന മറ്റൊന്നുമല്ല, പ്രാദേശികമായിട്ടുണ്ടാകുന്ന അവരുടെ ആവശ്യകത, പ്രാദേശികമായിട്ടുണ്ടാകുന്ന അവരുടെ നിലനിൽപ്പെന്ന് പറയുന്നത് അവരോട് ബന്ധപ്പെട്ട് വരുന്ന ആ ജീവിതക്രമത്തിൻ്റെ പുറകിൽ സഞ്ചരിക്കുന്ന കാര്യങ്ങളാണ്. അതിൽ ബന്ധപ്പെട്ടാണ് ഈ പറയുന്ന ഈ ആഹാരത്തോട് ബന്ധപ്പെട്ട് വരുന്ന കാര്യങ്ങൾ വർജിക്കേണ്ടതായിട്ട് വരുന്നത്. പക്ഷെ അതിലെനിക്കൊരു കാര്യം തോന്നിയിരിക്കുന്നത്, ഈ ഹിന്ദുക്കളുടെ നോക്കിയാൽ അവരുടെ ദൈവങ്ങളെല്ലാം മത്സ്യം, കൂർമ്മം, വരാഹം, ഇത് മൂന്നും കഴിക്കുന്ന ആൾക്കാരില്ലേ ഹിന്ദുക്കളിൽ? അതൊരു കാര്യം. കാരണം ഇതിൽ ഞാൻ പറഞ്ഞില്ലേ, ഇതിൽ പക്ഷെ ഇവരെ ഒട്ടകം കഴിക്കുന്നുണ്ട്. പക്ഷെ ഇത് പറഞ്ഞ പോലെ ഈ ജൂതന്മാരെ പോർക്ക് കഴിക്കുന്നില്ല അല്ലെങ്കിൽ ഒട്ടകം കഴിക്കുന്നില്ല വിശ്വാസത്തിൽ. അല്ല, അതിൽ പറഞ്ഞൊരു കാര്യം, കാരണം ഹിന്ദു മതവിശ്വാസം അനുസരിച്ച് അതിൻ്റെ ഒരു ദശാവതാരങ്ങളിൽ വരുന്ന ഒരു പ്രധാനപ്പെട്ട സംഭവമാണ് ഈ പറയുന്ന വരാഹം അല്ലെങ്കിൽ പന്നി എന്ന് പറയുന്നത്. അപ്പോൾ മത്സ്യമുണ്ട്, അതുപോലെ തന്നെ ആമയുണ്ട്. ആമയെ കഴിക്കുന്ന ജനവിഭാഗങ്ങളുണ്ടായിരുന്നു, ഇപ്പോഴും കിട്ടാത്ത ഒരുപാട്. നമ്മുടെ തൃശ്ശൂർ ഭാഗത്തുള്ള ഒരുപാട് ഷാപ്പുകളിലെ പ്രധാനത് ആമ ആണ് കൊടുക്കുന്നതല്ല, എല്ലാവരും കഴിക്കുന്നുണ്ട്. എല്ലാവരും നല്ല കുറേ പേര് കഴിക്കുന്നുണ്ടിരുന്നു. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളുണ്ട്. പക്ഷേ ഞാൻ പറഞ്ഞു ഇതൊരു തീവ്രമായ രീതിയിലേക്കൊന്നും അങ്ങനെ പോകുന്ന ഹിന്ദുക്കളെന്ന് പറയുന്നത് ഞാൻ പറഞ്ഞില്ല, കൃത്യമായിട്ടൊരു ചട്ടക്കൂടിലുള്ള ഒരു മതമല്ലല്ലോ ഹിന്ദു മതം എന്ന് പറയുന്നത്. ഹിന്ദുമതം എന്ന് പറയുന്ന ഒരു കാഴ്ചപ്പാട് തന്നെ എന്ന് പറയുന്ന അന്യമതസ്ഥരായിട്ടുള്ള ആളുകളുടെ എണ്ണം കണക്കാക്കി കഴിഞ്ഞാൽ ഇന്ത്യയിൽ അവശേഷിക്കുന്നവരാര്, അതായത് അന്യമതസ്ഥർ എന്ന് പറയുന്നത് പുറമെ നിന്ന് വന്നിട്ടുള്ള മതം ഫോളോ ചെയ്യുന്ന ആൾക്കാരുടെ എണ്ണം കണക്കാക്കി കഴിഞ്ഞാൽ ഇന്ത്യയിൽ വരുന്ന എല്ലാവരും ഹിന്ദുക്കൾ എന്ന് പറയുന്ന ഒരു രീതിയിലേക്ക് മാറുകയാണ്. അവിടെ ആ മതത്തിന് പുറകിൽ സഞ്ചരിക്കുക അല്ലെങ്കിൽ മതത്തിനെ നയിക്കാൻ വേണ്ടി ഒരു മതഗ്രന്ഥമോ ഒരു മതനേതാവോ ഒരു ആശയവുമോ ഇല്ല. അപ്പോൾ ഇന്ത്യയിലെ എല്ലാ ജനവിഭാഗങ്ങളും എന്ന് പറഞ്ഞാൽ അവിശ്വാസികളും ഹിന്ദുക്കളാണ്, ബിംബാരാധകരും വിശ്വാസികളാണ്, അതിന് ബിംബങ്ങളെ ആരാധിക്കാത്തവരും ഈ പറഞ്ഞ ഹിന്ദുമതത്തിൻ്റെ ഒപ്പം സഞ്ചരിക്കുന്നവരാണ്. അവരെ സംബന്ധിച്ച് ഇത്രയും കടുംപിടുത്തത്തിൻ്റെ ആവശ്യമില്ല. കാരണം ഒരാൾ പറയുകയാണ് നിങ്ങൾ വരാഹത്തെ കഴിക്കാൻ പാടില്ല എന്ന് പറഞ്ഞാൽ ഞങ്ങൾ നിങ്ങളുടെ ആശയത്തെ ഫോളോ ചെയ്യുന്നില്ല, അവർക്കൊരിക്കലും നിങ്ങൾ ഹിന്ദുമത വിശ്വാസിയല്ലെന്ന് പറയാനുള്ള ഒരു കാര്യം, ഒരു കെട്ടുറപ്പ് ഹിന്ദുമതത്തെ സംബന്ധിച്ചില്ലാത്തത് കൊണ്ടാണ് ഇതിങ്ങനെ തന്നെ പോകുന്നത്. ഇസ്ലാം മതത്തിൻ്റെ കാര്യത്തിലും ജൂതമതത്തിൻ്റെ കാര്യത്തിലും ക്രിസ്തുമതത്തിൻ്റെ കാര്യത്തിലും അതല്ല. കാരണം അതെല്ലാം തന്നെ പുരുഷ കേന്ദ്രീകൃതമായ പൗരോഹിത്യമാണ് ഇതിനെ നയിക്കുന്നത്. ആ പൗരോഹിത്യം നയിക്കുന്നത് കൊണ്ട് തന്നെ അവരുടേതായിട്ടുള്ള ഒരു കാഴ്ചപ്പാടുണ്ട്. ആ കാഴ്ചപ്പാട് നിലനിർത്താനും ആ കാഴ്ചപ്പാടനുസരിച്ച് ജീവിക്കുന്ന ജനങ്ങളായിട്ട് ചമയേണ്ട ബാധ്യത അത്ര വിശ്വസിക്കുള്ളത് കൊണ്ട് എല്ലാ കാലത്തും ഈ ഒരു ചിന്തകൾ ഇങ്ങനെ തന്നെ പോവുകയുള്ളൂ.